മുഖ്യമന്ത്രിയെ വില്ലേജ് ഓഫീസേഴ്സ് വിളിച്ചാൽ ശരിയാണോ? ഞാൻ പറഞ്ഞു, ഞാനതിനെക്കുറിച്ച് ഇപ്പം അഭിപ്രായം പറയുന്നില്ല. May 4 പറയും. പക്ഷെ നിങ്ങൾ കാണിക്കാതിരിക്കരുത്. അപ്പം അതേ ഞാൻ പറയത്തുള്ളൂ. ഞാൻ പറയുമ്പം നിങ്ങൾ കാണിക്കണം, അത് മാത്രമേ ഞാൻ പറയത്തുള്ളൂ. പിന്നെ കാണിക്കുമ്പോൾ ഞാൻ അതും ഇതും ഇല്ലാത്ത കാര്യം പറഞ്ഞൊന്നും പറയരുത്. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു മന്ത്രി അധിക്ഷേപിച്ചു എന്ന് പറഞ്ഞ വാർത്ത ഒരു ചാനൽ കൊടുത്തിട്ടുണ്ട്. ഞാനാരെയും അധിക്ഷേപിച്ചിട്ടില്ല. പക്ഷേ എനിക്ക് അത്ഭുതം തോന്നി. ഒരു ജോലിക്കാരൻ എന്ന് പറഞ്ഞാൽ അത്ര മോശം കാര്യമാണോ? അങ്ങനെ ആയിരുന്നെങ്കിൽ മുഖ്യമന്ത്രി വില്ലേജ് ഓഫീസറായത് അധിക്ഷേപമാണോ? എനിക്ക് അധിക്ഷേപമല്ല. പക്ഷെ ഈ പറയുന്ന ഇപ്പോൾ കൊണ്ടവർക്കേ അധിക്ഷേപമായിരുന്നോ? അതും ഒരു അധിക്ഷേപമല്ല. പിന്നെ മുഖ്യമന്ത്രിയെ പറ്റി എന്തൊക്കെ പറഞ്ഞു എന്ന് ഇവർ ആത്മപരിശോധന നടത്തട്ടെ. മുഖ്യമന്ത്രിയുടെ കുടുംബത്തെപ്പറ്റി ഇന്ന് വിലപിക്കുന്നവരുണ്ടല്ലോ, അന്ന് എന്തൊക്കെ കേട്ടു എന്നുള്ളത് ആത്മപരിശോധന നടത്തട്ടെ. എന്നിട്ട് പറഞ്ഞാൽ മതി അധിക്ഷേപം നടത്തിയോ ഇല്ലയോ എന്ന്. ഇല്ലാത്ത അധിക്ഷേപം ഉണ്ടാക്കിയെടുക്കുന്നത് ശരിയല്ല എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പണിക്കാരൻ ഞാൻ എവിടെ പറഞ്ഞു? വേറെ എന്തെങ്കിലും നല്ലൊരു പണിക്കാരനെ കിട്ടിയെന്ന് പറഞ്ഞാൽ അത് തെറ്റാണോ? പണിക്കാരൻ എന്ന് പറഞ്ഞാൽ തെറ്റ്. ഈ സംസ്ഥാനത്ത് പണിക്കാരൻ എന്ന് പറഞ്ഞാൽ തെറ്റായ വാക്കാണോ? ഞാനും പണിക്കാരനാ, അതിനെന്താ തെറ്റ്? മുഖ്യമന്ത്രിയെ വില്ലേജ് ഓഫീസേഴ്സ് വിളിച്ചാൽ ശരിയാണോ? ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയെ വില്ലേജ് ഓഫീസേഴ്സ് വിളിച്ചാൽ എന്തായിരിക്കും ഇവരുടെ ചിലരൊക്കെ റിയാക്ഷൻ? നിങ്ങളതിനെ ആലോചിച്ച് നോക്കിയേ. ഞങ്ങൾക്ക് പ്രശ്നമില്ല, അദ്ദേഹം വില്ലേജ് ഓഫീസറിൻ്റെ അല്ല, ഇവിടുത്തെ പാവപ്പെട്ടവന് വേണ്ടി ഏത് പണി എടുക്കാൻ തയ്യാറുള്ള പണിക്കാരൻ തന്നെയായിരുന്നു, ജനങ്ങളുടെ പണിക്കാരനായിരുന്നു. അതിന് ഞങ്ങൾക്ക് ആക്ഷേപമൊന്നുമില്ല. പക്ഷെ പണിക്കാരൻ കേൾക്കുമ്പോൾ തന്നെ ആക്ഷേപം എന്ന് പറയുന്നത് അത് സാധാരണക്കാരൻ്റെ ഏറ്റവും പര്യായമായ പണിക്കാരൻ എന്ന് പറയുന്ന ആക്ഷേപം എന്ന് പറയുന്നവർക്ക് എങ്ങനെയാണ് അധിക്ഷേപം എന്ന് പറഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് അവർക്ക് സാധാരണക്കാരനോട് നിലകൊള്ളാൻ സാധിക്കുന്നത്? ഞാൻ കമൻറ്റ് പറയുന്നില്ല, ഞാൻ പറഞ്ഞിനി അതിനെ വളച്ചൊടിക്കും. എന്ത് പറഞ്ഞാലും വളച്ചൊടിക്കുക. അപ്പോൾ പിന്നെ ഞാൻ കൂടുതൽ കമൻറ്റ് പറയുന്നില്ല. വേറൊന്നുമില്ലേ? TV News 18 ഉണ്ടോ ഇവിടെ? ഇല്ല, തൃശ്ശൂർ പോയി. അല്ല, അദ്ദേഹം എന്തോ വാർത്ത എന്തോ പുതുപ്പള്ളിയിൽ എന്തോ IPL കുറിച്ച് കൊടുത്തു എന്നും പറഞ്ഞ് കൊടുക്കുന്നു ഞാൻ കേട്ടായിരുന്നു. അത് ഞാൻ ചോദിച്ചത്. ചോദ്യമൊന്നുമില്ല അതിനെക്കുറിച്ച്. ഞാൻ പറഞ്ഞ തന്നെ ഉറച്ചിരിക്കുക. ഇപ്പം ബ്രിക്സിൻ്റെ സമ്മിറ്റ് എന്തായാലും കോട്ടയത്ത് നടക്കുന്നുണ്ടല്ലോ, അതിനുള്ള പരിശ്രമത്തിലാണല്ലോ നമ്മൾ. അതുപോലെ മറ്റൊരു പരിശ്രമമാണ്, ഞാൻ MLA ആയ ദിവസം മുതൽ നടത്തുന്ന ഒരു പരിശ്രമമാണ് പുതുപ്പള്ളി ഒരു സ്പോർട്സിൻ്റെ സെൻ്ററാക്കി മാറ്റുക എന്നുള്ളത്. അത് ഞാൻ തുടങ്ങി വെച്ച ഒരു പരിശ്രമം മാത്രമല്ല, അത് ഞാൻ നടത്തി കാണിക്കാൻ പോകുന്ന പരിശ്രമമാണ്. അതിന് ഞാൻ കൗണ്ട് ഡൗണിൻ്റെ ബോർഡ് വെക്കാൻ പോവുകയാണ് പുതുപ്പള്ളിയിലെ സ്റ്റേഡിയത്തിന് വേണ്ടി ഉള്ള കൗണ്ട് ഡൗൺ ഞാൻ അടുത്ത ദിവസം തന്നെ തുടങ്ങുന്നതായിരിക്കും. May 4 ഞാൻ ബോർഡ് വെച്ച് കൗണ്ട് ഡൗൺ വെക്കാൻ പോവുക പുതുപ്പള്ളിയിൽ സ്റ്റേഡിയം കൊണ്ടുവരുവാൻ. കാരണം 2.5 വർഷമായിട്ട് ഞാൻ ശ്രമിച്ചൊരു കാര്യമാണ്, ഞാൻ വെറുതെ പറയുന്ന കാര്യമല്ല. 2.5 വർഷമായി പുതുപ്പള്ളിയുടെ വിവിധ ഭാഗങ്ങളിൽ ഞാൻ ഇതിൻ്റെ പരിശ്രമം നടത്തി. ആദ്യം ഒരു ടർഫ് കൊണ്ടുവന്നു, ഇനി അടുത്തൊരു ടർഫ് പാമ്പാടിയിൽ വരാൻ പോകുന്നു. പാമ്പാടിയിൽ വരാൻ പോവുകയാണ്. അത് പുതുപ്പള്ളിയിലെ ജനങ്ങൾക്ക് വേണ്ടി. ഇനിയൊരു സ്റ്റേഡിയം കൊണ്ടുവരാനുള്ള പർപ്പസിലാണ് ഞാൻ 2.5 വർഷത്തിൽ പല ആൾക്കാരോട് സംസാരിച്ചിരുന്നു. വെണ്ണിമല ക്ഷേത്രത്തിൻ്റെ താഴെ, വെണ്ണിമല ക്ഷേത്രത്തിന് തന്നെ ഒരു റിലീജിയസ് ടൂറിസം ഡെസ്റ്റിനേഷനായും അതിൻ്റെ താഴെ ഒരു സ്പോർട്സിൻ്റെ സെൻ്ററാക്കി നമ്മൾ മാറ്റുന്നത് ഞാൻ സംസാരിച്ചിരുന്നു. പിന്നെ ഞാൻ IPL കളിക്കുമെന്ന് പറഞ്ഞത് ഇലക്ഷൻ പറഞ്ഞ് കഴിഞ്ഞതിന് ശേഷമാണ്. എനിക്കൊരു വാഗ്ദാനം അങ്ങനെ കൊടുക്കേണ്ട കാര്യമില്ല. ഞാനപ്പോൾ കൃത്യമായി എൻ്റെ അടുത്ത് എൻ്റെ ആദ്യത്തെ ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം അന്ന് തൊട്ട് ഞാൻ പ്രവർത്തിച്ചു തുടങ്ങിയൊരു കാര്യമാണ് സ്പോർട്സിൻ്റെ സെൻ്ററാക്കി പുതുപ്പള്ളിയെ മാറ്റുക എന്നുള്ളത്. അതിൻ്റെ ഫൈനൽ സ്റ്റേജിലാണ് നമ്മൾ ഈ സ്റ്റേഡിയത്തിലേക്ക് എത്തുന്നത്. ഞാൻ ഓൾറെഡി 2 ആൾക്കാരോട് സംസാരിച്ചു കഴിഞ്ഞു. 2 പേരുടെ കയ്യിൽ ആവശ്യത്തിന് അധികം സ്ഥലമുണ്ട്.